പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ നിർബന്ധിക്കുന്നത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാനാണ്. ഈശോയിലുള്ള അഗാധമായ വിശ്വാസത്തിൻ്റെ ആയുധങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. ജീവദായകമായ തിരുവചനം ഉരുവിട്ടുകൊണ്ട് ഈ ലോകം വെച്ചു നീട്ടുന്ന തിന്മയുടെ ശക്തികൾക്കെതിരായി യുദ്ധം ചെയ്യേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ യുദ്ധം തന്നെയാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിൽ ശക്തി ആർജിക്കുന്നവർക്കാണ് ഈ യുദ്ധത്തിൽ വിജയിക്കുവാൻ സാധിക്കുക. ദുഷ്ടാരൂപികൾക്കെതിരായുള്ള ഈ യുദ്ധക്കളത്തിൽ കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ വഴിയിൽ പ്രകാശം ചൊരിയട്ടെ. കർത്താവിൻ്റെ തിരുവചനം നമ്മുടെയും കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് നമ്മളെ അലട്ടുന്ന എല്ലാ ഉത്കണ്ഠകളെയും ഭയത്തെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന തിന്മയുടെ അരൂപികളുടെ മേൽ കർത്താവിൻ്റെ രക്ഷാകരകരം പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ നാമമാണ് നമ്മളിൽ രക്ഷ ചൊരിയുക. ഈശോയുടെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും നിർവീര്യമാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.